ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ആവേശമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതകഥ നമുക്കിവിടെ കേൾക്കാം. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മദീറ എന്ന ചെറിയ ദ്വീപിലാണ് ക്രിസ്ത്യാനോ ജനിച്ചത്. അച്ഛൻ മുനിസിപ്പാലിറ്റിയിൽ തോട്ടക്കാരനായിരുന്നു. അമ്മ അയൽവീടുകളിൽ പാചകം ചെയ്യുന്ന സ്ത്രീയും. 3 സഹോദരങ്ങൾക്കൊപ്പം ഒരു കൊച്ചുമുറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. പുതിയ വസ്ത്രങ്ങളോ ബൂട്ടുകളോ വാങ്ങാൻ ആ കുടുംബത്തിന് പണമില്ലായിരുന്നു. പക്ഷേ ആ കുഞ്ഞു ക്രിസ്ത്യാനോയുടെ പക്കൽ പഴയ തുണികൾ ചുരുട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു പന്തുണ്ടായിരുന്നു. ആ പന്തുമായി അവൻ തെരുവിലൂടെ ഓടുമ്പോൾ അവൻ ദരിദ്രനല്ലായിരുന്നു, പകരം ഒരു തെരുവിലെ രാജാവായിരുന്നു. 12-ാം വയസ്സിൽ ഫുട്ബോൾ പഠിക്കാൻ ലിസ്ബൺ നഗരത്തിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ പ്രിയപ്പെട്ട അമ്മയെയും നാടിനെയും വിട്ടുപിരിയുമ്പോൾ ആ മകൻ പൊട്ടിക്കരഞ്ഞു. നഗരത്തിലെ കുട്ടികൾ അവൻ്റെ സംസാരശൈലിയെ ദരിദ്രത്തെയും പരിഹസിച്ചു. രാത്രികളിൽ തനിച്ചിരുന്ന് കരയുന്ന ക്രിസ്ത്യാനോയെ ആരും കണ്ടില്ല. പക്ഷേ ഓരോ തുള്ളി കണ്ണുനീരും അവനെ കൂടുതൽ ശക്തനാക്കി. ഒരു ദിവസം ഞാൻ ലോകമറിയുന്ന കളിക്കാരനാകും എന്ന് അവൻ ഓരോ രാത്രിയും സ്വയം പറഞ്ഞു. 15-ാം വയസ്സിൽ വിധി അവനെ വീണ്ടും പരീക്ഷിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് അസാധാരണമായ വിധം വേഗതയുള്ളതായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നത് മരണത്തിന് തുല്യമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ഫുട്ബോൾ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അവനൊരു ശസ്ത്രക്രിയയ്ക്ക് സമ്മതിച്ചു. മരണത്തെപ്പോലും പുഞ്ചിരിയോടെ നേരിട്ട ആ ചങ്കുറപ്പാണ് പിന്നീട് മൈതാനത്ത് റൊണാൾഡോ എന്ന കൊടുങ്കാറ്റായി മാറിയത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം, 5 തവണ ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയ പ്രതിഭ, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മനുഷ്യൻ. കോടീശ്വരനായിട്ടും അദ്ദേഹം തൻ്റെ പഴയകാലം മറന്നില്ല. തൻ്റെ ശരീരത്തിൽ അദ്ദേഹം പച്ച കുത്താത്തത് മറ്റുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ വേണ്ടിയാണ്. വിമാനങ്ങൾ സ്വന്തമായുള്ള അദ്ദേഹം ഇന്നും തൻ്റെ അമ്മയെ ലോകത്തിൻ്റെ നെറുകയിൽ ചേർത്ത് പിടിക്കുന്നു. സുഹൃത്തുക്കളെ, റൊണാൾഡോയുടെ ജീവിതം നൽകുന്ന പാഠം ലളിതമാണ്. നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ കയ്യിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിലും വിഷമിക്കേണ്ട. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനായി ഉറക്കമില്ലാതെ അധ്വാനിക്കുക. വിറപ്പൊഴുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലോകം നിങ്ങളുടെ കാൽ കീഴിലാകും. റൊണാൾഡോയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.